സ്വർണം എന്നത് മലയാളികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണ്. സ്വർണത്തിന്റെ വില റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന സമയമാണിത്. ഇന്ന് വിലയിൽ നേരിയ ആശ്വാസവുമുണ്ട്. പക്ഷേ സ്വർണത്തിന്റെ വില, പണിക്കൂലി, GST എല്ലാം കൂടി കൂട്ടുമ്പോൾ കീശ കാലിയാകും. നോക്കാം സ്വർണം വാങ്ങുമ്പോൾ പണിക്കൂലിയും ചാർജുകളും ഈടാക്കുന്നത് എങ്ങനെയെന്ന്. വലിയ പ്രതീക്ഷയിലാണ് സ്വർണ്ണപ്രേമികൾ. ഇനിയും വില എത്ര കുറയും എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം സ്വർണത്തോട് മലയാളികൾക്ക് അത്രമേൽ ഇഷ്ടമാണ്. സ്വർണം ആഭരണമാക്കി ഉപയോഗിക്കുന്നതിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. എന്നാൽ ഇന്ത്യയും ഒട്ടും മോശമല്ല. ഇന്ത്യക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് സ്വർണം എന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകം കൂടിയായി മാറിയിരിക്കുകയാണ്. സ്വർണത്തിന്റെ വില ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന സമയം കൂടിയാണല്ലോ ഇപ്പോൾ. വലിയ ചാഞ്ചാട്ടം തന്നെയാണ് സ്വർണ്ണവിലയിൽ ഓരോ ദിവസവും പ്രകടമാകുന്നതും. വിവാഹ സീസണിൽ പൊന്നിന് ഡിമാൻഡ് കൂടുമെന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇതിനു പുറമെ ദസറ, ദീപാവലി പോലെയുള്ള ഉത്സവ ആഘോഷവേളകളിലും ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടാറുണ്ട്. സ്വർണത്തോടുള്ള ആക്രാന്തം കുറയ്ക്കാതെ വില കുറയില്ല എന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. സ്വർണ്ണക്കടയിലെ തിരക്ക് കണ്ടാൽ തോന്നുക ഇന്ന് മാത്രമായിരിക്കും സ്വർണം കിട്ടുക എന്ന്. പക്ഷേ അതല്ല കാര്യം. സ്വർണത്തിന് എപ്പോൾ വേണമെങ്കിലും വില കുതിച്ചുയരാം. അതുകൊണ്ട് ചെറിയൊരു കുറവ് പോലും രേഖപ്പെടുത്തുമ്പോൾ ഓടിപ്പോയി സ്വർണം വാങ്ങുന്ന മലയാളികളെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 13,145 രൂപയിലാണ് വ്യാപാരം. അതായത് ഇന്നലെ അപേക്ഷിച്ച് 20 രൂപയുടെ ഇടിവ്. ഇതോടെ പവൻ വില 160 രൂപ കുറഞ്ഞു. 1,05,160 രൂപയിലാണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ആഗോള വിപണിയിലെ വിലയിടിവ് തന്നെയാണ് സ്വർണത്തിലെ വിപണിയെയും സ്വാധീനിച്ചത്. ജനുവരി 1-ന് 99,040 രൂപയിലായിരുന്നു സ്വർണ്ണ വ്യാപാരം. എന്നാൽ 2 മുതൽ 4 വരെ കാര്യങ്ങൾ മാറി. 99,600-നും 99,880-നിടയിലും വില സ്ഥിരത പാലിച്ചു. എന്നാൽ 5 മുതൽ കാര്യങ്ങൾ മാറി, കുത്തനെ കുതിച്ചു. രാവിലെ 1,760 രൂപയും വൈകുന്നേരത്തോടെ 1,01,360 രൂപയുമായി കുതിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ റോക്കറ്റ് കുതിപ്പായിരുന്നു. ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ സ്വർണ്ണ വ്യാപാരികളെയും ബാധിച്ചുവെന്നാണ് പൊതുവിൽ പറയുന്നത്. എന്തായാലും സംസ്ഥാനത്ത് പണിക്കൂലി, GST എന്നിവ പോലുള്ള ചാർജുകൾ കൂടി ബാധകമാകുന്നുണ്ട് സ്വർണം വാങ്ങാൻ. ഇതിൽ പ്രധാനം പണിക്കൂലി തന്നെയാണ്. സ്വർണ്ണക്കടയിലേക്ക് സ്വർണം വാങ്ങാൻ പോയി ഇഷ്ടപ്പെട്ട ആഭരണം കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ പണിക്കൂലി വരുമ്പോൾ അതൊരു വലിയ വില്ലനാണ്. സ്വർണത്തിന്റെ വില, പണിക്കൂലി, പണിക്കുറവ്, GST എല്ലാം കൂടി കൂട്ടുമ്പോൾ കീശ കാലിയാകുമെന്ന് ഉറപ്പാണ്. അതായത് ഒരു ആഭരണത്തിന്റെ മേക്കിംഗ് ചാർജ് എങ്ങനെയാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒരു ആഭരണം നിർമ്മിക്കാൻ എടുക്കുന്ന സമയമാണ് ഇതിൽ പ്രധാനം. സ്വർണ്ണവിലയുടെ 10% മുതൽ 30% വരെയാണ് പണിക്കൂലിയായി ഈടാക്കുന്നത്. ചില്ലറ വ്യാപാരികളുടെ 10% കമ്മീഷനും ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഫാൻസി ആഭരണങ്ങൾക്ക് പണിക്കൂലി വളരെ കൂടുതലായിരിക്കും. ആഭരണങ്ങളുടെ ഡിസൈനുകൾ അനുസരിച്ച് പണിക്കൂലി വർദ്ധിക്കും. പക്ഷേ ഈ ആഭരണങ്ങൾ തിരികെ കൊടുക്കുമ്പോൾ പണിക്കൂലി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് ആഭരണം വാങ്ങി സൂക്ഷിക്കുന്നത് നല്ല നിക്ഷേപമായിട്ട് കരുതുന്നില്ല. 1 ഗ്രാം സ്വർണത്തിന്റെ വിലയെ 22 ക്യാരറ്റ്, 18 ക്യാരറ്റ് അനുസരിച്ച് അതിന്റെ ഭാരം കൊണ്ട് ഗുണിക്കുകയാണ് പതിവ്. ഇതിനൊപ്പം മേക്കിംഗ് ചാർജും 10% കൂട്ടും. 3% GSTയും ചേർത്താണ് നിങ്ങൾക്ക് സ്വർണം കയ്യിൽ കിട്ടുക. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.